അസ്സലാമു അലൈക്കും. ഇനി ഞാൻ പഴുത്ത ചക്ക ഒന്ന് പൊരിച്ച് നോക്കിയതാട്ടോ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടാണ്. ചക്ക ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കും കേട്ടോ. നമ്മളൊരു പഴംപൊരി കഴിക്കണം ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പഴുത്ത ചക്ക മൈദയിലിട്ടിട്ട് മുക്കിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബലം കിട്ടിയായിരുന്നു. ഇത് വെറുത്തൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തതാട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് ചക്കച്ചോള നല്ല പഴുത്തതുമാണ്. നല്ല പഴുക്കണതിൻ്റെ മുന്നേ ആണെങ്കിൽ ഒന്നും കൂടി ബലം കിട്ടിയായിരുന്നു കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ. അത് ആ എണ്ണ വെച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. ശരിയാവില്ലേന്ന് അറിയൂല. ശരിയാവായൊന്നുമില്ല, ബലം കുറവാണ്. അങ്ങനെ കുഴഞ്ഞും കൊണ്ടാണ്. ടേസ്റ്റ് പഴംപൊരിയൊക്കെ പൊരിച്ചാൽ അതേപോലെ തന്നെ കേട്ടോ. ഇന്നിപ്പോൾ ലീവാണ് കാക്കൂന്. അപ്പോൾ നമുക്ക് ചക്കന്ന് പഴുത്തത് പൊരിച്ച് വെക്കാലോ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലായില്ല, പക്ഷെ അതൊരു ബലമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും പിളുപിളുന്നാ പറഞ്ഞിട്ട് കഴിക്കില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കി വെക്കണമെന്നൊന്നും പറയില്ല. അങ്ങനെ ബലം കുറവുള്ളതൊക്കെ പിന്നെ മൈദയിൽ മുക്കിയിട്ട് പൊരിച്ചാൽ നല്ല ബലം കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ലാസ്റ്റത്തെ അവസ്ഥ. പഴംപൊരി അതിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ടു കേട്ടോ. കാക്കു ഉപ്പിട്ട് പൊരിച്ചാൽ ബലം വരും പറഞ്ഞിട്ട്. അതൊക്കെ വെറുതെ ബലമൊന്നുമില്ല. ഒരു ശരിയാവാത്തൊരു കുക്കിങ്. ശരിയാവായല്ല, ശരിയാവുകയൊക്കെ ചെയ്തു, പക്ഷേ ബലമില്ലാന്ന് മാത്രം. ഇഷ്ടാവുകയൊക്കെ ചെയ്തു കേട്ടോ. ഇന്ന് തിന്നുന്നുണ്ട് കേട്ടോ. കേടന്നാലും അതൊക്കെ നിങ്ങളെ കഴിവാണ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതല്ല. നല്ല മഴയായിരുന്നു രാവിലെ. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാന്നുള്ള ലെവലിൽ പറഞ്ഞതാ തോന്നുന്നു. ഇനി ഞങ്ങൾ പച്ച ചക്ക വറക്കണം കേട്ടോ. അത് നേരെ കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉപ്പിട്ടത് ടേസ്റ്റ് ഇല്ല, ഉപ്പില്ലാത്ത ടേസ്റ്റ് ഉള്ളൂ.